session we will be discussing the beginning of the first section of this chapter. That is, we will be discussing the algebraic properties of real numbers. So what are the algebraic properties of real numbers? We have the set of all real numbers are here. In this set of all real numbers, we can define various binary operations. നിങ്ങൾ ഓൾറെഡി ഗ്രൂപ്പ് തിയറി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ബൈനറി ഓപ്പറേഷൻ എന്താണ് ഒരു ഗ്രൂപ്പ് എന്നെല്ലാം പഠിച്ചിട്ടുണ്ട്. സോ ഈ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിൽ അഡീഷൻ, യൂഷ്വൽ അഡീഷൻ ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. ഈ യൂഷ്വൽ അഡീഷൻ ഒരു ബൈനറി ഓപ്പറേഷനാണ്. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിലുള്ള ഒരു ബൈനറി ഓപ്പറേഷനാണ് ഈ യൂഷ്വൽ അഡീഷൻ എന്ന് പറയുന്നത്. ഇതിന് എന്തെല്ലാം പ്രോപ്പർട്ടീസ് ഉണ്ട്? ഒന്നാമതായിട്ട് നമുക്കറിയാം എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ ഫോർ ഓൾ എ ആൻഡ് ബി എലമെൻ്റ് ഓഫ് ആർ. അതായത് അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. ദിസ് ഈസ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. Then we know that a plus b plus c is same as a plus b plus c for all a, b, c element of R. Which is this property? Associative property of addition. And then we know that there exists an element 0. There exists 0 element of R such that a plus 0 is equal to 0 plus a equal to a for all a element of R. So there exists an element which does not make any change to the identity of an element A. അതായത് 0 എന്നുള്ള ഒരു എലമെൻറ്റ് വെച്ചിട്ട് നമ്മൾ ഏത് എലമെൻറ്റ് എയോട് ഓപ്പറേറ്റ് ചെയ്താലും എക്ക് യാതൊരു ചേഞ്ചും വരുന്നില്ല. സോ ഇങ്ങനെയുള്ള എലമെൻറ്റ്സിനെയാണ് നമ്മൾ ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറയുക. സോ എക്സിസ്റ്റൻസ് ഓഫ് എൻ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഓഫ് അഡീഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ എക്സിസ്റ്റൻസ് ഓഫ് എ സീറോ എലമെൻ്റ് എന്ന് പറയാം. എക്സിസ്റ്റൻസ് ഓഫ് എ സീറോ എലമെൻറ്റ്. ദെൻ we have another property. You take any a element of R. There exists a minus a in R such that a plus minus a is equal to minus a plus a equal to 0. ഇങ്ങനെ ഏത് റിയൽ നമ്പർ എടുത്താലും നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടൊരു മൈനസ് എ കിട്ടും. സച്ച് ദാറ്റ് നമ്മൾ അവരെ തമ്മിൽ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ സീറോ എലമെൻറ്റ്. സോ ഈ മൈനസ് എ ആണ് നമ്മൾ ഇൻവേഴ്സ് ഓഫ് എ എന്ന് പറയാം. എക്സിസ്റ്റൻസ് ഓഫ് നെഗറ്റീവ് എലമെൻറ്റ്സ്. അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയും. ഇവിടെ നമുക്ക് കുറച്ചും കൂടി സൗകര്യത്തിൽ എക്സിസ്റ്റൻസ് ഓഫ് നെഗറ്റീവ് എലമെൻറ്റ്സ് എന്ന് വിളിക്കാം. ഇപ്പോൾ നിങ്ങളൊന്ന് നോക്കുക, ഇതെന്തൊക്കെയാണ് ഈ പ്രോപ്പർട്ടീസിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അഡീഷൻ അസോസിയേറ്റീവ് ആണ്. 0 എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതായത് ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. എല്ലാ എലമെൻറ്റ്സിനും ഇൻവേഴ്സ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ശരിയാണെങ്കിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇതൊരു ബൈനറി ഓപ്പറേഷൻ ആണെന്ന്. ഓക്കെ, ഇപ്പോൾ ഒരു ബൈനറി ഓപ്പറേഷന് ഈ 2, 3, 4 ഈ 4 പ്രോപ്പർട്ടീസും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതൊരു ഗ്രൂപ്പാണെന്ന് പറയും. ഇറ്റ് ഈസ് എ ഗ്രൂപ്പ്. അതിൻ്റെ കൂടെ ആദ്യത്തെ പ്രോപ്പർട്ടി കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയും കൂടി ചേർന്നാൽ വി വിൽ സേ ദാറ്റ് ഇറ്റ് ഈസ് ആൻ എബീലിയൻ ഗ്രൂപ്പ്. ഈ പ്രോപ്പർട്ടീസിനെ നമുക്ക് സൗകര്യത്തിന് വേണമെങ്കിൽ A1, A2, A3, A4 എന്ന് ഞാൻ വിളിക്കണു. കാരണം ഇനി നമുക്ക് ചില പ്രൂഫുകൾ എഴുതുമ്പോൾ ഏത് പ്രോപ്പർട്ടി അനുസരിച്ച് എന്ന് പറയാൻ ഞാൻ അപ്പോൾ ഈ നമ്പർ എഴുതുള്ളൂ. എക്സാമിന് ഇത് നടക്കില്ല കേട്ടോ. സോ അഡീഷൻ്റെ പ്രോപ്പർട്ടീസ് ആയതുകൊണ്ടാണ് ഞാൻ എ എന്നുള്ള പ്രോപ്പർട്ടി എന്ന് എഴുതി പോയത്. സോ അഡീഷൻ വെച്ചിട്ട് നമുക്ക് റിയൽ നമ്പേഴ്സ് വിത്ത് അഡീഷൻ ഈസ് എ ഗ്രൂപ്പ്, ഈസ് ആൻ എബീലിയൻ ഗ്രൂപ്പ്. ഇനി നമുക്ക് ഇതേ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിൽ വേറെ ഒരു ഓപ്പറേഷൻ, ഒരു ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഈസ് മൾട്ടിപ്ലിക്കേഷൻ.
യൂഷ്വൽ മൾട്ടിപ്ലിക്കേഷൻ, അതും ബൈനറി ഓപ്പറേഷനാണ്. ഏത് രണ്ട് റിയൽ നമ്പേഴ്സ് എടുത്ത് ആഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്താലും യു വിൽ ഗെറ്റ് അനദർ റിയൽ നമ്പർ. ഇതിന് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ട്? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ടോ? യെസ്, വി നോ ദാറ്റ് എ product of AB and product of BA are same. So I will call this property as M1. ഇതെന്താണ്? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. നേരത്തെ നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഓഫ് അഡീഷൻ ആണ് പറഞ്ഞത്, ഇവിടെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. ഇനി അടുത്തതായിട്ട് ഇതിന് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ടോ? യെസ്, A dot B dot C is same as A dot B dot C, associative property of multiplication. Then ഇതിലൊരു ഐഡൻറ്റിറ്റി എലമെൻ്റ് ഉണ്ടോ? ആരുടെയും ഐഡൻറ്റിറ്റി മാറ്റാത്ത എലമെൻ്റ്. വി ഹാവ് 1. A dot 1 equal to 1 dot A equal to A ആണ്. So there exists a 1 in R satisfying this property. So we have an identity element. ഇനി അടുത്തതായിട്ട് എല്ലാ എലമെൻസിനും ഇൻവേഴ്സ് ഉണ്ടോ? അപ്പം അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഏത് എ എടുത്താലും ഒരു 1/A ഉണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. ടേക്ക് എനി എ എലമെൻറ്റ് ഓഫ് ആർ, ഡസ് ദർ എക്സിസ്റ്റ് എ 1/A? അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 1/0 ഈസ് നോട്ട് എ റിയൽ നമ്പർ. അപ്പോൾ 0ക്ക് മാത്രം നമുക്ക് ഇൻവേഴ്സ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഇല്ല. ബാക്കി എല്ലാ എലമെൻസിനും. സോ ഇഫ് എ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ആർ മൈനസ് 0, ദർ എക്സിസ്റ്റ് 1/A in R such that A times 1/A is same as 1/A times A equal to 1. ഓക്കെ, ഇപ്പോൾ ഇതൊരു ഗ്രൂപ്പാണോ? അല്ല. കാരണം ഗ്രൂപ്പ് ആവണമെങ്കിൽ എല്ലാ എലമെൻസിനും നമുക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് വേണമായിരുന്നു. പക്ഷേ ഇവിടെ 0ക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഇല്ല. സോ ദിസ് ഈസ് നോട്ട് എ ഗ്രൂപ്പ്. പക്ഷേ നമ്മൾ R-0 എടുത്താൽ, റിയൽ നമ്പേഴ്സിൽ നിന്ന് 0 ഒഴിവാക്കി എന്നിട്ട് മൾട്ടിപ്ലിക്കേഷൻ എടുത്തു എന്ന് വിചാരിക്കുക, സ്റ്റിൽ ഇറ്റ് ഈസ് എ ബൈനറി ഓപ്പറേഷൻ. ബിക്കോസ് നോൺ സീറോ ആയിട്ടുള്ള രണ്ട് റിയൽ നമ്പേഴ്സ് തമ്മിൽ പ്രൊഡക്റ്റ് എടുത്താൽ വി വിൽ ഗെറ്റ് എ നോൺ സീറോ എലമെൻറ്റ് ഓൺലി. അപ്പോൾ ഇത് വീണ്ടും ബൈനറി ഓപ്പറേഷനാണ്. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്, 1 ഉണ്ട് ഇവിടെ. മാത്രമല്ല എല്ലാവർക്കും നമുക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറയാം R-0 വിത്ത് മൾട്ടിപ്ലിക്കേഷൻ ഈസ് ആൻ എബീലിയൻ ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയായിരുന്നു? R വിത്ത് അഡീഷൻ ഈസ് ആൻ എബീലിയൻ ഗ്രൂപ്പ്, R-0 വിത്ത് മൾട്ടിപ്ലിക്കേഷൻ ഈസ് ആൻ എബീലിയൻ ഗ്രൂപ്പ്. ഇനി ഈ ആദ്യത്തെ സെറ്റിൽ ഞാൻ അഡീഷനെ പറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, രണ്ടാമത്തെ സെറ്റിൽ ഞാൻ മൾട്ടിപ്ലിക്കേഷനെ പറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഞാൻ ഇവരെ തമ്മിലൊന്ന് കമ്പൈൻ ചെയ്യാൻ പോവാണ്. ഇവർ തമ്മിൽ വല്ല ബന്ധമുണ്ടോ? അങ്ങനെ നോക്കുമ്പോൾ ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ. ഞാൻ ഈ ഡി എന്നാണ് ഈ പ്രോപ്പർട്ടിയെ വിളിക്കണേ, രണ്ടും കൂടിയുള്ള പ്രോപ്പർട്ടിയാണ്. ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. A dot B plus C is equal to A dot B plus A dot C for every A and B, A, B, C element of R. So ഈ പ്രോപ്പർട്ടിയും കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഈ എല്ലാ പ്രോപ്പർട്ടിയും കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു സെറ്റിനെയാണ് നമ്മൾ ഫീൽഡ് എന്ന് വിളിക്കുന്നത്. ഇത് നിങ്ങൾ വിശദമായിട്ട് അബ്സ്ട്രാക്റ്റ് ഓൾജിബ്രയിൽ പഠിക്കും. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണുക, എന്തൊക്കെ പ്രോപ്പർട്ടി വേണം? റിയൽ നമ്പേഴ്സ് വിത്ത്, നമുക്കൊരു നോൺ എം ടി സെറ്റ് വേണം. റിയൽ നമ്പേഴ്സാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിൽ 2 ബൈനറി ഓപ്പറേഷൻസ് വേണം, 1 അഡീഷൻ ആൻഡ് 1 മൾട്ടിപ്ലിക്കേഷൻ. അണ്ടർ അഡീഷൻ ഇറ്റ് ഷുഡ് ബി ആൻ എബീലിയൻ ഗ്രൂപ്പ്. അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ഞാൻ 0 എലമെൻറ്റ് ഒഴിവാക്കിയാൽ ബാക്കിയുള്ളത് ഒരു എബീലിയൻ ഗ്രൂപ്പ് ആവണം. ആൻഡ് ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ ദ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. ഇത്തരം പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ നമ്മളതൊരു ഫീൽഡ് ആണെന്ന് പറയും. സോ നമുക്ക് പറയാം സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ഈസ് എ ഫീൽഡ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിൻ്റെ ഒരു വലിയ ഓൾജിബ്രൈക് പ്രോപ്പർട്ടിയാണ്. ഇറ്റ് ഈസ് എ ഫീൽഡ്. ഇനി നമ്മൾ ചെറിയ ചെറിയ റിസൾട്ടുകളിലേക്ക് കടക്കുകയാണ്. ചെറിയ റിസൾട്ട് എന്ന് പറയുമ്പോൾ റിസൾട്ടുകളെല്ലാം നിങ്ങൾക്ക് അത്രയും ഫെമിലിയർ ആയിട്ടുള്ള, ഇതൊക്കെ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് തോന്നുന്ന അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള റിസൾട്ടുകളാണ് ഞാനിവിടെ പറയുന്നത്. ബട്ട്
we have to prove each and everything. Okay, so this is our first theorem. ഈ തിയറത്തിന് നമുക്ക് 3 ഭാഗങ്ങളുണ്ട്, എ ബി സി. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് z ആൻഡ് a are real numbers with z plus a equal to a, z plus a equal to a ആവുന്ന ഒരു രണ്ട് റിയൽ നമ്പേഴ്സാണ് സെഡും എയും. ദെൻ z ആരായിരിക്കും? ഇറ്റ് ഈസ് 0. z പ്ലസ് എ ഈക്വൽ ടു എ ആണെങ്കിൽ z ഈക്വൽ ടു 0 ആയിരിക്കും. അറിയാത്ത റിസൾട്ട് അല്ലല്ലോ, ബട്ട് വി ഹാവ് ടു പ്രൂവ് ദിസ്. ഇനി ഇതുപോലെ ലെറ്റ് u ആൻഡ് b എലമെൻറ്റ് ഓഫ് r. ഇതിൽ b ഞാൻ നോട്ട് ഈക്വൽ ടു 0 എന്ന് എടുക്കുന്നുണ്ട്. If product of u and b is equal to b itself, then ആരായിരിക്കും u? u is equal to 1. This is our second result. Now third result is that if a is an element of r, if a is a real number, then a product of a and 0 is always 0. ഏത് റിയൽ നമ്പറിനെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും യു വിൽ ഗെറ്റ് 0. മൂന്നും വളരെ ഫെമിലിയർ ആയിട്ടുള്ള റിസൾട്ടുകളാണ്, ബട്ട് വി ഹാവ് ടു പ്രൂവ്. ഓക്കെ, സോ ഞാനിതിൻ്റെ പ്രൂഫിലേക്ക് കിടക്കുകയാണ്. ആദ്യത്തെ പ്രോപ്പർട്ടി എന്താണ് തന്നിരിക്കുന്നത്? z പ്ലസ് എ ഈക്വൽ ടു എ. സോ ദിസ് ഇസ് ഗിവൺ. ഓക്കെ, ഇനി ഞാൻ ഇതിൻ്റെ രണ്ട് സൈഡിലും z പ്ലസ് എ ഈക്വൽ ടു എ ആണെങ്കിൽ ഞാൻ ഇതിൻ്റെ രണ്ട് സൈഡിലും എന്താ ചെയ്യാൻ പോണേന്നുണ്ടെങ്കിൽ ഐ വിൽ ഡു വൺ. ഇതാണ് z പ്ലസ് എ ഈക്വൽ ടു എ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് z ഈക്വൽ ടു 0 എന്നാണ്. സോ ഞാൻ z ആരാണെന്ന് നോക്കുകയാണ്. z-നെ എനിക്ക് z പ്ലസ് 0 എന്നെഴുതാം. ഏത് പ്രോപ്പർട്ടിയാണ്? ഇറ്റ് ഈസ് a3. ഓക്കെ, ഏത് എലമെൻറ്റിൻ്റെ കൂടെ 0 ആഡ് ചെയ്താലും ദർ ഈസ് നോ ചേഞ്ച്. എക്സിസ്റ്റൻസ് ഓഫ് 0 എലമെൻറ്റ്. ഇതിനെ എനിക്ക് z പ്ലസ് എ പ്ലസ് മൈനസ് എ എന്നെഴുതാം. 0 ക്യാൻ ബി റിട്ടൺ ആസ് എ പ്ലസ് മൈനസ് എ ബൈ ഫോർത്ത് പ്രോപ്പർട്ടി, അതായത് എക്സിസ്റ്റൻസ് ഓഫ് നെഗറ്റീവ് എലമെൻറ്റ്സ്. സ്റ്റിൽ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? z പ്ലസ് എ, ഇതിപ്പോൾ ഇങ്ങനെയാണ്, z പ്ലസ് എ പ്ലസ് മൈനസ് എ എന്നെഴുതാം ബൈ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഓഫ് അഡീഷൻ. ആൻഡ് അഗെയിൻ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് വാട്ട് ഇസ് z പ്ലസ് എ? നമുക്ക് തന്നിട്ടുണ്ട് z പ്ലസ് എ ഈക്വൽ ടു എ. സോ എ പ്ലസ് minus a by hypothesis. What is a plus minus a? It is equal to 0 again by a4. അപ്പോൾ z ഈക്വൽ ടു 0 എന്ന് കിട്ടിയില്ലേ? z പ്ലസ് എ ഈക്വൽ ടു എ ആണെങ്കിൽ z ഈക്വൽ ടു 0. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് z-ൽ നിന്നാണ്, അത് ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടി. സോ z ഇസ് ഈക്വൽ ടു z പ്ലസ് 0. 0 എന്നുള്ളതിനെ എ പ്ലസ് മൈനസ് എന്ന് എഴുതി, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി യൂസ് ചെയ്തു, z പ്ലസ് എ ഈക്വൽ ടു എ എന്നുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്തു, 0 കിട്ടി. ഇനി നമുക്ക് സെക്കൻഡ് റിസൾട്ട് നോക്കാം, ബി. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് u ആൻഡ് b ആർ റിയൽ നമ്പേഴ്സ്, b നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. b നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് 1/b എന്ന് പറയുന്ന ഒരു റിയൽ നമ്പർ ഉണ്ട്. ബൈ m, it is m4 പ്രകാരം നമുക്ക് 1/b എന്ന് പറയുന്ന ഒരു റിയൽ നമ്പർ ഉണ്ട്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് u ഈക്വൽ ടു 1 ആണ്. ആൻഡ് വി ആർ ഗിവൺ ദാറ്റ് u ടൈം പ്രൊഡക്റ്റ് ഓഫ് u ആൻഡ് b ഈക്വൽ ടു b. ഇത് ഗിവൺ ആണ്. നമുക്ക് u ഈക്വൽ ടു 1 എന്ന് പ്രൂവ് ചെയ്യണം.
So u can be written as u into 1. Okay, by m3, identity element of multiplication. ഇതിനെ എനിക്ക് b times 1 by b എന്ന് എഴുതാം. 1 എന്നുള്ളതിനെ by m4. Again associative property യൂസ് ചെയ്യണു. ub times 1 by b, this is by m2, associative property of multiplication, and we are given that ub equal to b by hypothesis. നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്ന കാര്യം അതിനെയാണ് ഹൈപ്പോത്തസിസ് എന്ന് പറയാം. Now b times 1 by b, product of b and 1 by b is equal to 1 by m4. So we get u equal to 1. If ub equal to b, then u equal to 1. ഇനി നമ്മുടെ തേർഡ് റിസൾട്ട്, ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് പ്രൊഡക്റ്റ് ഓഫ് എ റിയൽ നമ്പർ ആൻഡ് 0 ഇസ് ഈക്വൽ ടു 0 എന്നാണ്. സോ എ എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ. അപ്പോൾ ഞാൻ ഇതെടുക്കുകയാണ്, എ പ്ലസ് എ ഡോട്ട് 0. വാട്ട് ഇസ് എ പ്ലസ് എ ഡോട്ട് 0? ദിസ് ഇസ് ഈക്വൽ ടു എ ഡോട്ട് 1 പ്ലസ് എ ഡോട്ട് 0. ഓക്കെ, ബൈ m3, identity of multiplication. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി പ്രകാരം എനിക്കിതിനെ എ ഡോട്ട് 1 പ്ലസ് 0 എന്ന് എഴുതാം. 1 പ്ലസ് 0 ഈസ് 1 ഇറ്റ് സെൽഫ്. ഏത് പ്രോപ്പർട്ടിയാണത്? A3. A product of A and 1 is A itself by m3, identity of multiplication. ഇപ്പോൾ എനിക്ക് കിട്ടിയത് ഇതാണ്, എ പ്ലസ് എ ഡോട്ട് 0 ഈക്വൽ ടു എ. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താണ് പ്രൂവ് ചെയ്തിരിക്കുന്നത്? z പ്ലസ് എ ഈക്വൽ ടു എ ആണെങ്കിൽ z ഈക്വൽ ടു 0. z പ്ലസ് എ ഈക്വൽ ടു എ ആണെങ്കിൽ z ഈക്വൽ ടു 0. അപ്പോൾ ഈ എ ഡോട്ട് 0 എന്നുള്ളതിനെ z എന്ന് ചിന്തിക്കാം. സോ z പ്ലസ് എ ഈക്വൽ ടു എ. അപ്പോൾ z ആരാണ്? 0 ആവണം. അതായത് എ ഡോട്ട് 0 ഈക്വൽ ടു 0 ബൈ എ ഓഫ് ദിസ് തിയറം. ഈ തിയറത്തിൻ്റെ എ പാർട്ട് പ്രകാരം നമുക്ക് എ ഡോട്ട് 0 ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ ദിസ് ഈസ് അവർ ഫസ്റ്റ് തിയറം ഇൻ algebraic properties of real numbers. അടുത്ത സെഷനിൽ നമുക്ക് ഇനി വരുന്ന തിയറംസ് ഡിസ്കസ് ചെയ്യാം. സോ സ്റ്റഡി വെൽ. ഓൾ ദ ബെസ്റ്റ്.